ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കില്ലേ, ഊഹിക്കാലോ. ഞാൻ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയി. ആ 3 എൻ്റെ കയ്യിൽ കണ്ടില്ലേ, അത് ഒരു സാമ്പിളിന് കഴിക്കാൻ വേണ്ടി തരികയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ആദ്യം തന്നെ കഴിച്ചു. അപ്പം തന്നെ ആ 3 ഞാൻ വായിലിട്ടു കേട്ടോ, കാരണം അത്രയും ചെറുതായിരുന്നല്ലോ. പിന്നെ ഈ കോരിയെടുക്കുന്ന മുഴുവൻ ചോക്ലേറ്റ് മെൽട്ടായതാണ്. ഈ മിഷീനിലും പലതരം ചോക്ലേറ്റാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ പല ഷേപ്പിലാക്കുകയാണ് കേട്ടോ. അതിൻ്റെ പ്രോസസ്സുകളൊക്കെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു ചില്ല് കൂട്ടിൽ കൂടെ ഇങ്ങനെ നോക്കി കാണാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റി എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഇതിലേക്ക് ആക്കി വെച്ചിരിക്കണല്ലോ പലതരം ഷേപ്പിലുള്ള ചോക്ലേറ്റുകൾ. ഇതൊക്കെ ഓരോ ഇത്ര 100 ഗ്രാമിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല റേറ്റ് കുറഞ്ഞതും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് ചോക്ലേറ്റ് ഒന്നും വാങ്ങിയില്ല. പിന്നെ അതൊക്കെ നോക്കി കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് വന്നതൊക്കെ നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ. ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കയ്യിലൊരു ബാൻഡൊക്കെ കെട്ടിയില്ല അവിടെ അകത്ത് വിടുള്ളൂ കേട്ടോ. ഇതാണ് ആ ബാൻഡ്.